സീറോയെ ഹീറോ ആക്കി മാറ്റിയ കഥ. പണ്ടൊരിക്കൽ പൂജ്യമെന്ന അക്കം ദൈവത്തോട് പരാതി പറയാൻ കടന്നു ചെന്നു. ആട്ടെ, എന്താണ് നിന്റെ പരാതി? പറഞ്ഞോളൂ. പൂജ്യമെന്ന അക്കം ഇപ്രകാരം പറഞ്ഞു: അങ്ങനെ ഒരു വിലയുമില്ലാതെയല്ലേ സൃഷ്ടിച്ചത്? ഞാനൊരു സീറോ, വെറും ഒരു വട്ട പൂജ്യം. എല്ലാവരും എന്നെ സീറോ എന്ന് വിളിച്ച് കളിയാക്കാറുമുണ്ട്. ദൈവം ചെറിയൊരു പുഞ്ചിരിയോടെ പൂജ്യത്തെ നോക്കി, എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ ദൈവം പറഞ്ഞു, നിന്റെ വലതു ഭാഗത്തേക്ക് ഒന്നാം സംഖ്യയെ ചേർത്ത് നിർത്തൂ. ഇപ്പോൾ നിന്റെ വില എന്താണ്? നീ നിന്നിലേക്ക് തന്നെ ഒന്ന് നോക്കൂ. പൂജ്യം വളരെ സന്തോഷത്തോടെ, എന്റെ വില 10. പിന്നെയും ദൈവം പറഞ്ഞു, നിന്റെ ഇടതു ഭാഗത്ത് പൂജ്യമെന്ന അക്കത്തെ വീണ്ടും വീണ്ടും ചേർത്ത് നിർത്തൂ. പൂജ്യത്തിന് വളരെ സന്തോഷമായി. ഇപ്പോൾ എന്റെ വില 100, 1000, 10,000, ലക്ഷം. ദൈവം പൂജ്യത്തോട് ഇപ്രകാരം പറഞ്ഞു: ചേരേണ്ടതിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ വിലയുണ്ടാകുകയുള്ളൂ. തനിയെ നിന്നാൽ ഒരു വിലയും ഉണ്ടാവില്ല. ബൈബിളിലെ ഒരു കഥാപാത്രത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യോസേഫിനോട് കൂടെ ദൈവം ഇരുന്നതായി നാം കാണുന്നു. അതുകൊണ്ട് തന്നെ പൊട്ടക്കിണറിൽ വീഴ്ത്തുമ്പോഴും കാരാഗൃഹവാസം അനുഭവിക്കുമ്പോഴും ഒക്കെ തന്റെ ജീവിതം സീറോയുടെ അവസ്ഥയായിരുന്നു. ഒരു വിലയുമില്ല, ഒരു മാന്യതയുമില്ല.